5 വർഷമായി ഒറ്റക്കാലിൽ നിന്ന് രാമമന്ത്രങ്ങൾ ജപിക്കുന്ന ഒരു യോഗിയുണ്ടായിരുന്നു. അധികം ആരോടും സംസാരിക്കുകയില്ല. ഒരു നേരം മാത്രമാണ് ഭക്ഷണം. ഇദ്ദേഹത്തിൻ്റെ ദിനചര്യയിൽ ജിജ്ഞാസ തോന്നിയ ഒരു സന്യാസി യോഗിയോട് ഇങ്ങനെ ചോദിച്ചു: ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ ഭക്തി മാത്രമല്ലേ ആവശ്യമുള്ളൂ? അങ്ങെന്തിനാണ് ശരീരത്തെ ഇത്രയും വേദനിപ്പിക്കുന്നത്? അതിന് യോഗി ഇങ്ങനെ മറുപടി പറഞ്ഞു: ഭക്തി മനസ്സിനെയും വികാരങ്ങളെയും പവിത്രമാക്കും. എന്നാൽ ആത്മാവ് പവിത്രമാകാൻ പഞ്ചഭൂതങ്ങളാൽ മൂടപ്പെട്ട ഈ ശരീരത്തിൻ്റെ വലയം നമ്മൾ കടന്നിരിക്കണം. പഞ്ചഭൂതങ്ങളായ പൃഥ്വി, ജലം, വായു, അഗ്നി, ആകാശം എന്നിവ പല വ്യത്യസ്ത അളവുകളിൽ കൂടിച്ചേരുമ്പോഴാണ് പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ സൃഷ്ടികളും ജന്മം കൊള്ളുന്നത്. ഈ 5 തത്വങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മാറ്റി നിർത്തി ഒരു പൂർണ്ണ സൃഷ്ടി നിർമ്മിക്കുക എന്നത് തികച്ചും അസംഭവ്യമാണ്. ഇങ്ങനെ പഞ്ചഭൂതങ്ങളെ മേർജ് ചെയ്ത് പ്രകൃതി നിർമ്മിച്ച സൃഷ്ടികളിൽ ഏറ്റവും എഫിഷ്യൻ്റായ സൃഷ്ടിയാണ് മനുഷ്യൻ്റെ ശരീരം. ഒരു മനുഷ്യനിൽ പഞ്ചഭൂതങ്ങൾ ഏതെല്ലാം അളവിൽ അല്ലെങ്കിൽ റേഷ്യോയിൽ കൂടിച്ചേരുന്നു എന്ന് മനസ്സിലാക്കിയാൽ ആ വ്യക്തിയുടെ ആരോഗ്യവും ആയുസ്സും ഭാവിയിൽ അവർക്ക് സംഭവിക്കാവുന്ന പ്രധാന ജീവിത സാഹചര്യങ്ങളെയും നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ശരീരത്തിൽ പഞ്ചഭൂതങ്ങളിലെ ഏത് തത്വമാണ് ഡോമിനൻ്റായി നിൽക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ഉദാഹരണത്തിന്, ഒരു വ്യക്തിയുടെ ശരീരം എന്നും ഡ്രൈ ആയി നിൽക്കുന്ന പ്രകൃതമാണെങ്കിൽ അവർക്ക് വാതദോഷമുണ്ടെന്നാണ് ആയുർവേദത്തിൽ പറയുക. ഇതിനർത്ഥം ആ വ്യക്തിയുടെ ശരീരത്തിൽ വായുതത്വം മറ്റ് തത്വങ്ങളെക്കാളും ഡോമിനൻ്റായി പ്രവർത്തിക്കുന്നു എന്നാണ്. ഇതിനാൽ പഞ്ചഭൂതങ്ങളുടെ ബാലൻസ് തെറ്റുകയും വാതദോഷം എന്ന നില ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. അതേസമയം നിങ്ങളുടെ ശരീരം ഓയിലി ടൈപ്പ് ആണെങ്കിൽ, ഒന്നും കഴിക്കാതെ തന്നെ പെട്ടെന്ന് ഭാരം വർദ്ധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കഫദോഷമുണ്ടെന്നാണ് പറയുക. ശരീരത്തിൽ ജലവും പൃഥ്വിതത്വവും ഡോമിനൻ്റ് ആവുമ്പോഴാണ് ഈ ദോഷം സംഭവിക്കുന്നത്. ഇനി ശരീരം എന്നും ചൂടുള്ളതും മെലിഞ്ഞതുമാണെങ്കിൽ അതിനെ പിത്തദോഷമെന്ന് പറയുന്നു. പഞ്ചഭൂതങ്ങളിലെ അഗ്നിതത്വം ഡോമിനൻ്റ് ആവുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങൾക്കുള്ള ദോഷം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ ഭാവിയിൽ നിങ്ങൾക്ക് വരാവുന്ന ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഒരു ആയുർവേദ ആചാര്യന് അനായാസമായി പറയാൻ സാധിക്കും. ഇതിനെല്ലാം കാരണം ശരീരത്തിൽ സംഭവിക്കുന്ന പഞ്ചഭൂതങ്ങളുടെ വികൃതിയാണ്. ശരീരത്തിൻ്റെ കാര്യം മാറ്റി നിർത്തി സ്പിരിച്വൽ ആംഗിളിലൂടെ നോക്കിയാലും പഞ്ചഭൂതങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് യോഗശാസ്ത്രം നൽകിയിരിക്കുന്നത്. ശരീരത്തിലെ പഞ്ചഭൂതങ്ങളിൽ ചില തത്വങ്ങളെ വ്യത്യസ്ത കോമ്പിനേഷനിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ യോജിപ്പിച്ചാൽ അത് ആ വ്യക്തിയുടെ സ്പിരിച്വൽ അവേക്കനിങ്ങിനോ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് എൻലൈറ്റ്മെൻറ്റിനോ വഴിയൊരുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നിങ്ങൾ ആദ്യമായി ആത്മീയപാതയിൽ സഞ്ചരിക്കുമ്പോൾ ശരീരത്തിലെ വായുതത്വമാണ് ഉണർന്ന് പ്രവർത്തിക്കുക. ഇത് കാരണം നിങ്ങളുടെ മനോമയ കോശം ആക്ടിവേറ്റ് ആവുകയും ആത്മീയമായ അറിവുകളെ പ്രപഞ്ചത്തിൽ നിന്നും ആകർഷിക്കാൻ ആരംഭിക്കുകയും ചെയ്യും. ഈ സമയത്തായിരിക്കും സ്പിരിച്വാലിറ്റിയുമായി ബന്ധമുള്ള പുസ്തകങ്ങൾ വായിക്കാനും പ്രഭാഷണങ്ങൾ കേൾക്കാനുമെല്ലാം ആഗ്രഹം തോന്നുന്നത്. എപ്പോഴെല്ലാം ഇങ്ങനെയൊരു തോന്നൽ ഉണ്ടാവുന്നുവോ അപ്പോഴെല്ലാം നിങ്ങളുടെ മനോമയ കോശം വികസിക്കാൻ തുടങ്ങുന്നു എന്നാണ് അർത്ഥം. സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവാത്ത അനേകം കാര്യങ്ങൾ ആ നിമിഷം മുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് ലഭിക്കുന്നതായിരിക്കും. വായുവിൽ നിന്ന് ജലത്തിലേക്കും ശേഷം പൃഥ്വിയിലേക്കും ഊർജ്ജങ്ങൾ മാറുമ്പോഴാണ് പുസ്തകങ്ങളെ ഉപേക്ഷിച്ച് സ്വന്തമായ അന്വേഷണം നിങ്ങൾ ആരംഭിക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, മനോമയ കോശത്തിൽ നിന്നും പ്രാണമയ കോശത്തിലേക്കും ശേഷം വിജ്ഞാനമയ കോശത്തിലേക്കുമുള്ള പരിവർത്തനം. ഈ സ്റ്റേജിലായിരിക്കും നിങ്ങളുടെ പ്രാണിക് ബോഡിയിൽ ആദ്യമായി ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. അതിൻ്റെ ഫലമായി പലതരം സ്പിരിച്വൽ പ്രാക്ടീസുകൾ സ്വീകരിക്കാനും നിത്യമായ ഒരു യോഗ സാധന ഗുരുവിൻ്റെ കീഴിൽ അഭ്യസിക്കാനുമുള്ള അതിയായ ഇൻറ്റ്യൂഷൻ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഈ വികാസത്തെ പ്രകൃതി തിരിച്ചറിയുകയും അതിനെ സഹായിക്കാൻ വേണ്ടി ജനുവനായ ഗുരുവിനെയും ശ്രേഷ്ഠമായ യോഗ സാധനങ്ങളെയും സമ്മാനിക്കും. നിങ്ങളുടെ സ്വന്തം ആത്മീയ പാതയെ ഓർത്തു നോക്കിയാൽ ഇപ്പോൾ പറഞ്ഞതിന് സമാനമായ അനുഭവം തീർച്ചയായും ഉണ്ടായിട്ടുണ്ടാകും. ലഭിച്ച യോഗ സാധനങ്ങൾ ഏതായാലും അത് നിത്യമായി പരിശീലിച്ചാൽ ക്രമേണ നിങ്ങൾ അഗ്നിതത്വത്തിലേക്ക് നീങ്ങിത്തുടങ്ങും. സത്യത്തിൽ ഈ സ്റ്റേജ് മുതലാണ് ഒരു വ്യക്തി ആത്മീയ അന്വേഷകനിൽ നിന്നും സാധകനായി മാറിയെന്ന് പറയാൻ സാധിക്കുക. ധ്യാനം ആഴത്തിലാവുകയും ഭൗതികമായ വിഷയങ്ങളോട് താല്പര്യം കുറഞ്ഞ് ഏകാന്തത ഇഷ്ടപ്പെടുന്ന മനസ്ഥിതിയും കൈവരും. യോഗശാസ്ത്രത്തിൽ പോലും അഗ്നിതത്വത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. കാരണം ഒരേ സമയം കർമ്മഫലങ്ങളെ നശിപ്പിക്കാനും ആത്മീയമായ നേട്ടങ്ങൾ കൈവരിക്കാനും അഗ്നിയാണ് സാധകനെ എന്നും സഹായിക്കുക. അഗ്നിയും കടന്ന് ഒരു വ്യക്തി പുരോഗമിക്കുമ്പോഴാണ് സമാധി പ്രദാനം ചെയ്യുന്ന ആകാശതത്വത്തിലേക്ക് പ്രവേശിക്കുന്നത്. മറ്റ് 4 തത്വങ്ങളും പലതരം ഇംബാലൻസസിന് വിധേയമാകുന്നവയാണ്.
പക്ഷേ ആകാശതത്വത്തിന് അങ്ങനെയൊരു പ്രശ്നം നിലനിൽക്കുന്നില്ല. കാരണം ആകാശം ഒരർത്ഥത്തിൽ ശൂന്യതയാണ് വിശേഷിപ്പിക്കുന്നത്. ഹൈന്ദവ സംസ്കാരപ്രകാരം ഈ മുഴുവൻ സൃഷ്ടിയും വഹിക്കുന്ന ശിവനെയാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. മുൻപ് പറഞ്ഞ എല്ലാ തത്വങ്ങളെയും മറികടന്ന് ആകാശത്തെ സ്പർശിക്കുമ്പോൾ ആ ശരീരം ഭൂമിയുടെ റേഡിയസിൽ നിന്നും അപ്രത്യക്ഷമാവുന്നത് കാണാൻ സാധിക്കും. അതായത് ആകാശതത്വം നിങ്ങളിൽ പൂർണ്ണത കൈവരിക്കുന്ന നിമിഷം മുതൽ ഭൂമിയുടെ മായകൾക്ക് നിങ്ങൾ അവൈലബിൾ ആയിരിക്കില്ല. ഇവിടെ നടക്കുന്ന ഒരു സംഭവങ്ങളും നിങ്ങളെ സ്പർശിക്കില്ല. ഒരുതരം വിരക്തിയോടെ ഇവിടെ ജീവിക്കാനും അതേസമയം മറ്റുള്ളവരെക്കാളും സമർത്ഥരായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും സാധിക്കും. എ പെർഫെക്റ്റ് മാസ്റ്ററി ഓഫ് സെൽഫ് ഈസ് ഫുള്ളി അറ്റൈൻഡ്. ചുരുക്കി പറഞ്ഞാൽ എലമെൻ്റൽ ബാലൻസ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എത്ര എനർജി സാധനയിൽ ഡെവലപ്പായാലും അത് നിങ്ങളിൽ പെർമനൻ്റായി നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാ തത്വങ്ങളും ബാലൻസിലായിരിക്കണം. ഇനി ഏതെങ്കിലും വിധേന നിങ്ങൾ അമിതമായ എനർജി ഡെവലപ്പ് ചെയ്താൽ എലമെൻ്റൽ ബാലൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ തകർച്ചയിലേക്ക് തീർച്ചയായും വഴിയൊരുക്കും. എത്രയോ സാധകരുടെ നേരിട്ട അനുഭവം കൂടെയാണ് ഇപ്പോൾ പറഞ്ഞത്.